നമസ്കാരം പ്രിയപ്പെട്ടവരെ. ഞാൻ എൻ്റെ തലച്ചോറിൽ ദൈവം എത്തിച്ചു തന്ന ഒരു കാര്യത്തെക്കുറിച്ച് നിങ്ങളോട് സംസാരിക്കാനാണ് ഇത്തവണ എത്തിയിരിക്കുന്നത്. നമ്മൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട, അല്ലെങ്കിൽ ഭീകരമായി നമ്മളെ കീഴ്പ്പെടുത്തി കളയും എന്ന് എന്നെ ഭയപ്പെടുത്തുന്ന ഒരു കാര്യത്തെക്കുറിച്ച് നന്നായി സംസാരിക്കാം എന്നുള്ള പ്രതീക്ഷയോടെയാണ് ഞാൻ നിങ്ങളുടെ അരികിലേക്ക് എത്തിയിരിക്കുന്നത്. ഈ സംസാരം ആരെയെങ്കിലും വേദനിപ്പിക്കാനല്ല, ഏതെങ്കിലും ഒരു കാര്യത്തോടുള്ള എൻ്റെ ഭയങ്കരമായ എതിർപ്പല്ല, എൻ്റെ ആശയം മാത്രമാണ്, എൻ്റെ ഒരു ചെറിയ ആശങ്ക മാത്രമാണ് നിങ്ങളോട് പങ്കുവെക്കുന്നത്. രണ്ട് ആശങ്കകളുണ്ട്. ഒന്ന്, കേരള സമൂഹം ചിരിക്കാൻ മറന്നു തുടങ്ങിയിരിക്കുന്നു, പ്രത്യേകിച്ച് പുഞ്ചിരിക്കാൻ മറന്നു തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. കാരണം ഹൃദ്യമായി ഒരാളോട് പുഞ്ചിരിക്കാൻ പറ്റുന്ന ഒരാൾക്ക് എന്നും സന്തോഷമായും കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനും പറ്റും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അങ്ങനെ എനിക്ക് തോന്നാൻ കാര്യം, ചിരിക്കാൻ പോലും അല്ലെങ്കിൽ പുഞ്ചിരിക്കാൻ പോലും ഒരു മടിയുള്ളത് കൊണ്ടാണ്. ഇപ്പോൾ ചിരിക്കാൻ തന്നെ ഒരുപാട് ക്ലബ്ബുകളുള്ളത്. ചിരി ക്ലബ്ബ് എന്നും പറഞ്ഞ് പേര് വരെ ഉണ്ട് അതിന്. അതിൻ്റെ ആവശ്യമുണ്ടോ? പണ്ടൊക്കെ നമ്മൾ ഒരാളെ കാണുമ്പോൾ ഉടനെ അത് ഒന്ന് പുഞ്ചിരിച്ച് അവരെ ഒന്ന് കെട്ടിപ്പിടിച്ച് ഒന്ന് അവരുമായിട്ടുള്ള ബന്ധം ഒന്ന് പുനഃസ്ഥാപിക്കുമായിരുന്നു. പക്ഷേ ഇന്നൊരാൾ പരസ്പരം നടന്നു പോയാൽ പരസ്പരം ഒന്ന് നോക്കി ചിരിക്കാനോ ഒരു നമസ്കാരം പറയാനോ അല്ലെങ്കിൽ ഒരു ഹായ് പറയാനോ മെനക്കെടുന്നില്ല എന്നുള്ള ഒരു ഭയങ്കരമായ സങ്കടമാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ള സുഹൃത്തുക്കളെ. അത് ഞാൻ ആരെയും വേദനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല, എൻ്റെ ഒരു ആശങ്കയാണ്. നമുക്ക് ഏറ്റവും ഒരു വിലയും കൊടുക്കേണ്ടാത്ത ഏറ്റവും നല്ല ഒരു പുരസ്കാരം ആണ് ഒരു ചെറു പുഞ്ചിരി എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങളെല്ലാവരും ഈ ഒരു കാര്യം പരീക്ഷിച്ച് നോക്കിയിട്ട് ഈ എളിയ മനുഷ്യനായ എന്നെ ഒന്ന് അറിയിക്കാൻ മനസ്സ് കാണിക്കണേ. കാരണം മലയാളികൾ പൊതുവെ ചിരിക്കാൻ മടി കാണിക്കുന്നു എന്ന് ഞാൻ ഭയപ്പെടുന്നു. അങ്ങനെ ഉണ്ടാകാതിരിക്കട്ടെ. ചിരി ഏറ്റവും അധികം നല്ല ഒരു മരുന്നാണെന്നും വൈദ്യശാസ്ത്രം വരെ തെളിയിച്ചു കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മൾ മലയാളികൾ, നമ്മൾ ലോകത്തിൻ്റെ ഏത് കോണിലും മലയാളികളുണ്ടെന്നാണ് അവകാശപ്പെടുന്നതും ഒരു പരിധി വരെ അത് ശരിയുമാണ്. എന്നാൽ ആ മലയാളികളും ആ ലോകത്തുള്ള എല്ലാവരും ഒന്ന് പുഞ്ചിരിക്കാൻ മറന്നു പോകുന്നു. അല്ലെങ്കിൽ ഒരാളെ കാണുമ്പോൾ ഹൃദ്യമായി ഒന്ന് പുഞ്ചിരിച്ച് അവരോടുള്ള ഒരു അടുപ്പം കാത്തു സൂക്ഷിക്കാൻ മെനക്കെടുന്നില്ല എന്നുള്ള ഒരു ദുഃഖമാണ്. അങ്ങനെ ഉണ്ടാകാതിരിക്കട്ടെ. ഏറ്റവും നന്നായി പുഞ്ചിരിക്കാൻ പറ്റുന്ന ഒരാൾക്ക് പുഞ്ചിരിച്ചുകൊണ്ട് തന്നെ ഒരു കാര്യം അവതരിപ്പിച്ചാൽ ഏറ്റവും അധികം ആൾക്കാരിലേക്ക് എത്തും എന്ന് വളരെ സന്തോഷപൂർവ്വം ഞാൻ അറിയിച്ചു കൊള്ളുന്നു. രണ്ടാമത്തെ കാര്യം, ഇപ്പോൾ ഒരുപാട് സോഷ്യൽ മീഡിയകളുണ്ട്. ഇപ്പോൾ ഫേസ്ബുക്ക് ഉണ്ട്, പിന്നെ ട്വിറ്ററുണ്ട്. ട്വിറ്റർ എന്ന് തന്നെയാണോ എന്ന് എനിക്കറിഞ്ഞൂടാ, അതിൻ്റെ ഉച്ചാരണം തെറ്റുണ്ടെങ്കിൽ എന്നോട് ദയവായി ക്ഷമിക്കാം. ട്വിറ്ററുണ്ട്, ഫേസ്ബുക്കുണ്ട്, ഈ പറയുന്ന എനിക്കുമുണ്ട് ഫേസ്ബുക്ക്. പിന്നെ ഇപ്പം പുതിയതായിട്ട് വാട്സപ്പ് ഉണ്ടെന്ന് പറയുന്നു, എനിക്കില്ല. അപ്പം വാട്സപ്പ് ഉണ്ടെന്ന് പറയുന്നു. അപ്പോൾ ആ വാട്സപ്പും ഫേസ്ബുക്കും ഒക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരാണല്ലോ നമ്മൾ ഓരോരുത്തരും. ഉപയോഗിക്കാത്തവർ വളരെ കുറവായിരിക്കും. അപ്പോൾ ഈ വാട്സപ്പും ഫേസ്ബുക്കും ഒക്കെ ഉപയോഗിക്കുന്നവരോട് എൻ്റെ ഒരു മുന്നറിയിപ്പ്. കാരണം ഇപ്പോൾ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ സ്കൂൾ വിട്ട് വന്ന് കുട്ടികൾ, ആൺകുട്ടികളും പെൺകുട്ടികളും ഒക്കെ മരച്ചുവട്ടികളിൽ പോയിരുന്ന് ക്രിക്കറ്റ് കളിച്ചോ അല്ലെങ്കിൽ വർത്തമാനം പറഞ്ഞോ അല്ലെങ്കിൽ അവർ പരസ്പരം അവരുടെ ജീവിതത്തിൽ ഇന്നുണ്ടായ അല്ലെങ്കിൽ ഒരാഴ്ചയ്ക്ക് മുമ്പ് ഉണ്ടായ കഥകൾ
ഹൃദ്യമായി പറയുമായിരുന്നു. പക്ഷേ ഇന്ന് അത് അവസാനിപ്പിച്ചുകൊണ്ട് ഒരു ഒരു വലിയ, നമ്മൾ ആരും കണ്ടിട്ടില്ലാത്ത ഒരു ശൃംഖല നമ്മളെ കീഴ്പ്പെടുത്തി കളയുന്നു എന്നുള്ള ഒരു പേടി കുറേ നാളായി എൻ്റെ മനസ്സിൽ തോന്നി തുടങ്ങിയിട്ട് അത് കൂടുതലായി കൂടി വരുന്നു എന്ന് പേടിപ്പെടുത്തുന്നു. കാരണം ഇപ്പോൾ ഒരു കുട്ടികൾ അല്ലെങ്കിൽ കൂട്ടുകാർ ഒരു പൊതുസ്ഥലത്ത് ഒത്തുകൂടുകയാണെങ്കിൽ അവർ വർത്തമാനം പറയാൻ മെനക്കെടുത്തില്ല. കാരണം ടെസ്റ്റ് അയക്കാനേ അവർ മെനക്കെടുന്നുള്ളൂ. അപ്പോഴും വാട്സപ്പ് നമ്പറിലൂടെ മാത്രമാണ് അവരിപ്പോൾ സംസാരിക്കുന്നത്. വാ തുറന്ന് സംസാരിക്കുന്നവർ വളരെ കുറവാണെന്നുള്ള ഒരു ദുഃഖകരമായ ഒരു സത്യം എന്നെ ഭയപ്പെടുത്തുന്നു. കാലക്രമേണ ലോകത്തുള്ള എല്ലാവരും വർത്തമാനം പറയാൻ മെനക്കെടാതെ കമ്പ്യൂട്ടർ കീപാഡുകളിലും അല്ലെങ്കിൽ ഫോണിൻ്റെ സ്ക്രീനുകളിലും കൈ ഓടിച്ച് മാത്രമേ സംസാരിക്കുകയുള്ളൂ എന്നുള്ള ഒരു ഭയം എന്നെ പിന്തുടരുന്നു. കാരണം എനിക്ക് സംസാരിക്കാതിരിക്കാൻ പറ്റത്തില്ല. കാരണം എനിക്കൊരു ശാരീരിക വെല്ലുവിളി നേരിടുന്ന ഒരാളാണ്. എൻ്റെ ഈ സൗഹൃദ വലയം ഞാൻ സംസാരിച്ചാണ് കൂടുതൽ നേടിയിട്ടുള്ളത് എന്ന് അഭിമാനത്തോടെ സന്തോഷത്തോടെ നിങ്ങളെ അറിയിക്കുന്നു. അപ്പം നിങ്ങൾക്ക് എന്തെല്ലാം സാങ്കേതിക വിദ്യകളുണ്ടെങ്കിലും നിങ്ങൾ നാക്കുകൊണ്ട് നിങ്ങളുടെ സുഹൃത്തുക്കളോട് സംസാരിക്കാൻ ഒന്ന് ശ്രമിക്കുന്നത് എന്തുകൊണ്ടും നന്നായിരിക്കും. ദയവ് ചെയ്ത് നിങ്ങൾ സംസാരിക്കാൻ മറന്നു പോകരുത് എന്നുള്ള ഒരു ആശങ്കാകരമായി ഞാൻ നിങ്ങളോട് സന്തോഷപൂർവ്വം പറയുകയാണ്. നിങ്ങളുടെ സുഹൃത്തുക്കൾ നിങ്ങളുടെ അരികിലേക്ക് വരുമ്പം, എടാ ഈ വാട്സപ്പിലെ വീഡിയോ നീ കണ്ടിരുന്നു, അല്ലെങ്കിൽ ഇന്നലെ എനിക്കൊരു ഫ്രണ്ട് അയച്ചതാണ്, ഈ വാട്സപ്പിലെ വീഡിയോ കണ്ടിരുന്നു, മറ്റേ ക്രെയിൻ ഓടിക്കുന്ന 5 വയസ്സുള്ള കുട്ടി, അല്ലെങ്കിൽ കിളയ്ക്കാൻ പോകുന്ന 5 വയസ്സുള്ള കുട്ടി, അല്ലെങ്കിൽ മരം വെച്ച് പിടിപ്പിക്കുന്ന 5 വയസ്സുള്ള കുട്ടിയുടെ വീഡിയോ നീ കണ്ടായിരുന്നോ എന്ന് ചോദിക്കുന്നതിന് പകരം നിങ്ങളൊരു പുസ്തകം വായിച്ചിരുന്നു എന്നൊരു ചോദ്യം ചോദിക്കുന്ന തലമുറ ഇവിടെ തിരിച്ചു വരുന്ന, അല്ലെങ്കിൽ MDയുടെ മഞ്ഞ് വായിച്ചിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിക്കുന്ന ഒരു തലമുറ ഇവിടെ തിരിച്ചു വരാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി എല്ലാവരും എൻ്റെ കൂടെ നിൽക്കണം. മറ്റുള്ള എല്ലാ കാര്യങ്ങളും ചീത്തയാണ് എന്നല്ല ഞാനിവിടെ പറയുന്നത്. പക്ഷേ അതിൻ്റെ കൂടെ നന്മയാകുന്ന വായനാശീലം, നന്മയാകുന്ന സംസാരശീലങ്ങൾ, നന്മയാകുന്ന അനേകം കാര്യങ്ങൾ, ഒരു കാര്യം ഞാൻ പറഞ്ഞ പോലെ തന്നെ വായനയും മരം വെച്ച് പിടിപ്പിക്കലും തന്നെയാണ്. നമ്മൾ ഈ ഒരു ഫേസ്ബുക്കിൽ ഒരു കമൻ്റ് എഴുതി ഇടുന്നതിന് പകരം ഫേസ്ബുക്കിൽ ഒരു ലൈക്ക് ചെയ്യുന്ന അത്രയും നേരം മതി. നമ്മൾ ഒരു കുഴിയെടുത്ത് ഒരു മരം കുഴിച്ച് വെച്ച് ഒരു ലൈക്ക് ചെയ്യുന്ന അത്രയും നേരം മതി. ഡെയിലി ആ ചെടിക്ക് ഇച്ചിരി വെള്ളം ഒഴിക്കുകയും ആ മരത്തിന് ഇച്ചിരി വെള്ളം ഒഴിക്കുകയും ആ മരം നമുക്ക് തണൽ തരുമ്പോൾ വരും തലമുറയോട് പറയാം, കണ്ടോ മോനെ, ഞാൻ വെച്ച ഒരു മരമാണ്, നീ അത് സന്തോഷപൂർവ്വം എൻ്റെ മരണം കഴിഞ്ഞും നീ ഇവിടെ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ നീ അതിനെ കാത്തു സൂക്ഷിക്കണം, വെട്ടിക്കളയരുത് എന്ന് പറഞ്ഞ് മനസ്സിലാക്കുന്ന ഒരു കാലഘട്ടം തിരിച്ചു വരണം എന്ന് വളരെ സന്തോഷപൂർവ്വം ഒരു ആശയം മുന്നോട്ട് പോവുകയാണ്. അതിലുപരി എനിക്കിപ്പോഴും ഭയമുള്ളത് എന്തുകൊണ്ട് മൊബൈൽ സ്ക്രീനുകളിൽ കൂടി മാത്രം സംസാരം കൂടിപ്പോകുന്നു, അല്ലെങ്കിൽ വാട്സപ്പിൽ കൂടെ മാത്രം സംസാരം കൂടി പോകുന്നു, വാ തുറന്ന ആൾക്കാർ സംസാരിക്കുന്നില്ല എന്നൊരു ദുഃഖം എനിക്ക് തോന്നി തുടങ്ങി. ഇപ്പം കൃത്യമായി സംസാരിക്കുന്ന 1-2 സ്ഥലമേ ഉള്ളൂ. അത് ഒന്ന് സ്കൂൾ കെട്ടിടങ്ങളും ഒന്ന് കോളേജ് കെട്ടിടങ്ങളും അതിൻ്റെ പരിസരങ്ങളുമാണ്. കാരണം സ്കൂൾ കെട്ടിടത്തിലും കോളേജ് കെട്ടിടത്തിലും
മൊബൈൽ ഫോൺ ഇപ്പോൾ വ്യാപകമായി ഉപയോഗിക്കുന്നതിൽ ഒരു നിയമം മൂലം ഒരു തടസ്സമുണ്ട്, അല്ലെങ്കിൽ കോളേജുകൾ, സ്കൂളുകൾ സപ്പോർട്ട് ചെയ്യാത്ത വളരെ നല്ലൊരു കാര്യമാണ്. അതുകൊണ്ടാണ് അവിടെയെങ്കിലും വർത്തമാനം നശിക്കാതിരിക്കുന്നത്. ഈ വാട്സപ്പും ഫേസ്ബുക്കും എല്ലാം നല്ല ഒരു ആശയവിനിമയം നടത്താൻ നല്ല ഒരു മാധ്യമങ്ങൾ തന്നെയാണ്. പക്ഷേ നമ്മൾ പരസ്പരം വർത്താനം പറയാൻ മറന്നു പോകരുത് എന്ന് പറഞ്ഞുകൊണ്ട് തൽക്കാലം എൻ്റെ വാക്കിവിടെ നിർത്തുന്നു. ഞാൻ ഇത് പറഞ്ഞത് ഏതെങ്കിലും ഒരു ആൾക്കാരെ വേദനിപ്പിക്കാനല്ല. എൻ്റെ ഈ ആശങ്കയായിട്ട് തന്നെ എടുക്കുന്ന അനേകം പേര് കാണും, അല്ലെങ്കിൽ 1-2 പേര് കാണും. അവരെങ്കിലും ഈ വീഡിയോ സത്യമാണെന്ന് വിശ്വസിക്കും എന്ന് വിചാരിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. ഞാൻ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. ഞാനിപ്പോൾ ഇത്രയും ഫേസ്ബുക്കിനെയും വാട്സപ്പിനെയും പറഞ്ഞെങ്കിലും ഞാൻ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ പറയുകയും ചെയ്തു, ഒരു നല്ല ആശയവിനിമയം നടത്താനുള്ള നല്ല ഒരു മാധ്യമങ്ങൾ തന്നെയാണെന്ന്. അപ്പോൾ അതുകൊണ്ട് വീടിന് വെളിയിൽ ഇറങ്ങാൻ വയ്യാത്ത ഞാൻ നിങ്ങളോട് കൂടെ ആവശ്യപ്പെടുകയാണ്, എൻ്റെ ഈ ഒരു അഭിപ്രായത്തെ നിങ്ങളെങ്ങനെ നോക്കിക്കാണുന്നു എന്ന് എന്നെ ഒന്ന് അറിയിക്കുക. എൻ്റെ ഫേസ്ബുക്ക് ID നെജു ഭാരതം, NEJUBHARATHAM എന്നുള്ളതാണ് എൻ്റെ ഫേസ്ബുക്ക് ID. അതിൽ നിങ്ങളൊരു കമൻറ്റോ അല്ലെങ്കിൽ ഒരു റിക്വസ്റ്റോ ഞാൻ പ്രതീക്ഷിക്കുന്നു. നമുക്കെപ്പോഴും വർത്തമാനം പറയാൻ കഴിവുള്ള തലമുറയായി വളർന്നു വരാൻ നമുക്ക് ശ്രമിക്കാം. എന്തൊക്കെ സാങ്കേതിക വിദ്യകളുണ്ടെങ്കിലും നമുക്ക് ശ്രമിക്കാം. ദയവായി ഞാൻ പറഞ്ഞ ആശയം കൂടുതൽ പേരിൽ പ്രചരിപ്പിക്കുമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. നെജു ഭാരതം, ജയ് ഹിന്ദ്.